ഹല്ലേലൂയ പാടി സ്തുതിപ്പിനേ യേശുദേവനെ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു തന്റെ അടുക്കൽ കടന്നു വന്ന സകല മാനവ കുലത്തിനോടും കരുണ കാണിക്കുവാൻ ഇടയായി തീർന്നു. ആരും കരുണ കാണിക്കാത്ത മനുഷ്യരോട് നസറേയനായ യേശുക്രിസ്തു കരുണ കാണിക്കുവാൻ ഇടയായി തീർന്നു. എന്നോട് നിന്നോട് കരുണ കാണിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് സാധിക്കാതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ നിങ്ങളോട് കരുണ കാണിക്കാൻ, നിങ്ങളുടെ കുടുംബത്തോട് കരുണ കാണിക്കാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കാൻ, നിങ്ങളുടെ തലമുറകളോട് കരുണ കാണിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. ആ നസറേയനായ യേശുവിനെയാണ് ഇന്ന് ഈ വൈകിയ വേളയിൽ ഞങ്ങൾ ഈ ദേശത്ത് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ അനേകരെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നു. ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് കടന്നുപോയ അനേക ജീവിതങ്ങളെ നസറേയനായ യേശുക്രിസ്തു രക്ഷിച്ചു. ആ യേശുക്രിസ്തു മാനവകുലത്തെ രക്ഷിച്ച ഏറ്റവും വലിയ രക്ഷയെപ്പറ്റി വിശുദ്ധ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശുവെന്ന് പേരിടണം. യേശുക്രിസ്തു പ്രിയപ്പെട്ടവരെ നമ്മെ രക്ഷിച്ച ഏറ്റവും വലിയ രക്ഷ നമുക്ക് സാമ്പത്തിക ശേഷി നൽകി തന്നതല്ല, വാഹനം നൽകി തന്നതല്ല, വീടും സ്ഥലവും നൽകി തന്നതല്ല, രോഗസൗഖ്യം നൽകി തന്നതുമല്ല. പിന്നെയോ യേശുക്രിസ്തു ദൈവം നമുക്ക് വേണ്ടി നൽകി തന്ന രക്ഷ അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ പാപങ്ങളിൽ നിന്ന് പരിഹാരം നൽകി തരുവാൻ, പാപത്തിന് പരിഹാരം നൽകി തരുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതരിക്കുവാൻ ഇടയായി തീർന്നു. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്ന ഏറ്റവും വലിയ രക്ഷ അത് പാപങ്ങളിൽ നിന്ന് പരിഹാരം നൽകി തരുവാൻ വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ പാപജലത്തിന്റെ സാദൃശ്യത്തിലും ഈ ലോകത്തിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നത്. ആ കർത്താവായ യേശുക്രിസ്തു മാനവകുലത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂസിൽ ഗോൽഗോഥ എന്നറിയപ്പെടുന്ന ആ ഇടത്ത് കടന്നു എന്നിട്ട് യേശുക്രിസ്തു മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി, മനുഷ്യന്റെ നീതി പ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും മോശപ്രവൃത്തികൾക്കും നിത്യമായ ജീവൻ നൽകിക്കൊടുക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ യേശുക്രിസ്തു തന്റെ കാൽവരി ക്രൂശിലെ പരമയാഗത്താൽ മുഖാന്തരം, യേശുക്രിസ്തുവിന്റെ ക്രൂശമരണ മുഖാന്തരം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത മാനവകുലത്തെ യേശു തന്റെ പുണ്യാഗ രക്തത്താൽ ശുദ്ധീകരിക്കുവാനിടയായി തീർന്നു. ആ യേശുക്രിസ്തു എന്റെ നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഗോൽഗോഥ എന്ന തലയോട്ടികളുടെ ഇടത്ത് 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 കാലിലും പാടുകളാൽ തുളയ്ക്കപ്പെട്ടവനായി ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ ആ ക്രൂശിന്റെ കീഴിൽ നിൽക്കുന്ന പടയാളികളും റോമൻ അധികാരികളും യേശുക്രിസ്തുവിനെ പരിഹസിച്ച് പറഞ്ഞൊരു വാക്കാണ് ഇന്ന് പകൽക്കാലം നാം കേൾക്കുവാൻ ഇടയായി തീർന്നത്. അവർ ഇപ്രകാരം പറയുകയാണ്: ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല എന്ന് പ്രമാണികളും അവനെ പരിഹസിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന്